ഹലോ എവരി വൺ, നിമിഷ സ്മാർട്ട് കുക്കിംഗ് നിങ്ങളെല്ലാവരെയും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഗുജറാത്തിലേക്ക് ഫേമസ് ആയിട്ട് അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള മാംഗോ പീക്കളുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാൽ നല്ല സിമ്പിളായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. ഇതിൻ്റെയൊക്കെ റെഡിമെയ്ഡ് മസാലയൊക്കെ നമുക്ക് ഇവിടെ മാർക്കറ്റിൽ ഈസി ആയിട്ട് ഓൺലൈൻ ആണെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഞാൻ 2 kg മാംഗോ അതുപോലെ വലിയ മാങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കൊണ്ടുവരുന്ന കഴിയുമ്പോൾ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം വേണം നമുക്ക് ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ ആണെങ്കിൽ അതിനകത്താണെങ്കിൽ 1 ടേബിൾ സ്പൂൺ കശ്മീരി റെഡ് ചില്ലി പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്ന് നമുക്കാണെങ്കിൽ 500 ഗ്രാം ഞാനാണെങ്കിൽ ഇതുപോലെ കിച്ചൺ എക്സ്പ്രസ്സിന് ഞാനാണെങ്കിൽ മാംഗോ പീക്കൾ മസാല ഞാൻ എടുക്കുന്നത് റെഡിമെയ്ഡ് മസാലയാണ് കേട്ടോ. നമുക്കൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാം നമുക്ക് അതിനകത്ത് തന്നെ കിട്ടും, എല്ലാം നമുക്ക് അതിനകത്ത് തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് എള്ളെണ്ണയോ അല്ലെങ്കിൽ പിന്നെ മസ്റ്റർഡ് ഓയിലോ ഏതാണെങ്കിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ മസ്റ്റർഡ് ഓയിലാണെങ്കിൽ ഒഴിച്ചു കൊടുക്കുന്നത് 500 ഗ്രാം എണ്ണ എടുത്തിട്ടുണ്ട്. ഞാൻ നന്നായിട്ടും ചൂടാക്കിയതിന് ശേഷം റൂം ടെമ്പറേച്ചറിൽ വരുന്നവരെ നന്നായിട്ട് തണുത്തൊന്ന് കൺഫേം ചെയ്യണേ. അതിന് ശേഷം നമുക്ക് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാവുള്ളൂ. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. 500 ഗ്രാം എണ്ണ മുഴുവനായിട്ട് നമുക്കിതിനെ ആവശ്യം വരും. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. നമുക്കാണെങ്കിൽ ഒരാഴ്ചത്തേക്ക് നമുക്ക് പുറത്തേന് വെക്കണേ. പിന്നെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കൊരു ബോട്ടിൽ നിറയ്ക്കാവുള്ളത്. അപ്പോൾ അപ്പോഴത്തേക്കും അത് നന്നായിട്ട് സെറ്റായി കിട്ടും. മിക്സാക്കി കഴിയുമ്പോൾ ഇത് വെള്ളമൊന്നും ഇല്ലാത്ത വേണം സ്പൂൺ എടുക്കാനായിട്ട്. എന്നിട്ട് വേണം നമുക്ക് മിക്സാക്കി കൊടുക്കാം. അല്ലെങ്കിൽ പിന്നെ ആണെങ്കിൽ ഇത് കേടാവാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതുപോലെ നന്നായിട്ട് അമക്കി കൊടുക്കണേ. എന്നുവെച്ചാണെങ്കിൽ മേളിൽ എണ്ണമയൊന്നും ഇല്ലെങ്കിൽ ചിലപ്പോൾ മേളിൽ നിന്ന് പൂപ്പൽ വരാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നന്നായിട്ട് നമുക്ക് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്ക് അടച്ച് വെക്കാം. ഒരാഴ്ച കഴിഞ്ഞ് നമുക്ക് എന്നും ഈ സമയമാകുമ്പം നമ്മൾ എന്താ മിക്സാക്കി വെച്ചതെന്ന് വെച്ചാൽ ആ സമയമാകുമ്പോൾ ഒന്നും കൂടെ മിക്സാക്കി വെക്കുക കേട്ടോ. അപ്പോൾ അതേ ഒരാഴ്ച ആയപ്പോൾ ഞാൻ ഇതേപോലെ ചില്ലിൻ്റെ വെള്ളിലാണ് നിറച്ച് വെച്ചേക്കുന്നത്. പിന്നെ അതിന് മേളിൽ കൂടെ എക്സ്ട്രാ കുറച്ചും കൂടെ എണ്ണ ചൂടാക്കി തണുത്തതിന് ശേഷം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഞാൻ പിന്നെ ഒരു സേഫായിട്ട് ഇരിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തേക്കണം. ഈ അച്ചാർ നമുക്ക് 1 കൊല്ലോ 2 കൊല്ലോ എത്ര നാൾ വേണമെങ്കിൽ നമുക്ക് സൂക്ഷിക്കാം കേട്ടോ. കേടുകൂടാതെ നമുക്ക് ഇതുപോലെ ചില്ലിൻ്റെ പാത്രത്തിൽ വേണേ വെച്ച് കൊടുക്കാൻ. പ്ലാസ്റ്റിക്കിനകത്ത് വെക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ കേടാവാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. ഒരു ടേസ്റ്റും മാറി കിട്ടും അതിൻ്റെ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ചില്ലിൻ്റെ അച്ചാറൊക്കെ ആണെങ്കിൽ ചില്ലിൻ്റെ ഭരണിയിലേ നമുക്ക് സൂക്ഷിക്കാവുള്ളൂ. അപ്പോൾ ഇങ്ങനെ എൻ്റെ അച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതേവരെ പുതിയ കൂട്ടുകാർക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറന്നുപോലെ. അപ്പോൾ അത് കണ്ടില്ലേ, എൻ്റെ അച്ചാർ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്യാൻ പറ്റിയ റെസിപ്പി അത്. അപ്പം നാളെ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്.